ഹായ്. ഇന്നത്തെ വീഡിയോയും ഫ്രാക്ഷനെ കുറിച്ച് തന്നെ. നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുന്ന നമ്പർ കുറെ വലുതാണെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ, അതായത് കട്ട് ചെയ്ത് ഫ്രാക്ഷനെ ചെറുതാക്കുന്നത് എങ്ങനെ എന്നാണ് ഇന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു വലിയ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഈക്വൽ ആയിട്ടുള്ള ചെറിയ നമ്പർ ഓർ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ കുറേ ഫ്രാക്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സിംപ്ലിഫൈ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു സ്പിയറിനെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്നു, അതായത് ഉരുക്കി വീണ്ടും കുറേ ചെറിയ സ്പിയറുകൾ ആക്കി മാറ്റുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ അവിടെ എത്ര സ്മോൾ സ്പിയേഴ്സ് കിട്ടും എന്ന ചോദ്യത്തിൽ വലുതിൻ്റെ വോളിയം കണ്ടുപിടിച്ച് വലുതിൻ്റെ വോളിയത്തെ ചെറുതിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് പലരും ചെയ്യുന്നത് വോളിയം കാണാൻ രണ്ടും പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്ത് വലിയ നമ്പറുകളാക്കും. അതിനുശേഷം ഈ വലിയ നമ്പറുകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ രണ്ട് വലിയ നമ്പറുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും വിഷമമായിരിക്കുമല്ലോ. ഇതിന് പകരം ഓരോ വാല്യൂയും പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഡിവൈഡ് ബൈ എന്ന രൂപത്തിൽ എഴുതിയാൽ വാല്യൂ മാറ്റം വരാതെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ. ഇല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കുറേ സമയം പോകും. മൾട്ടിപ്ലൈ ചെയ്ത് വലിയ നമ്പർ ആക്കണം, വീണ്ടും ആ വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടും. ഇതൊന്നുമില്ലാതെ തന്നെ ഫ്രാക്ഷനിൽ കട്ട് ചെയ്യാൻ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ രണ്ട് ബുദ്ധിമുട്ട് ഒഴിവാക്കി പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ രണ്ട് രീതികളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നു. വലിയ നമ്പറിനെ കട്ട് ചെയ്യുന്നതും ഇനി വലിയ നമ്പർ ആക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുന്ന മെത്തേഡും, ഈ രണ്ട് രീതിയിലുള്ള കണക്കുകളും ഇന്നത്തെ വീഡിയോയിൽ പറയാം. എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നാമത്തെ എക്സാമ്പിളിൽ 3/4 ഇൻറ്റു 1/2 ഇൻറ്റു 2/18 ഇൻറ്റു 2/7. ഇതിനെ മുഴുവനായി മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഏത് നമ്പറിനെയും, കാരണം ഇടയ്ക്കുള്ള സൈൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലേ ബുദ്ധിമുട്ടുള്ളൂ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ മുകളിലുള്ള ന്യൂമറേറ്ററിലെ ഏത് നമ്പറിനെയും താഴെയുള്ള ഏത് നമ്പർ കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരേപോലെയുള്ള നമ്പേഴ്സ് മുകളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ 2 എന്ന നമ്പർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2നെ 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 1 എന്നവിടെ ആൻസർ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലും 1 വന്നാൽ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ 2നെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി. ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, മുകളിൽ വീണ്ടും ന്യൂമറേറ്റർ 2 കിടപ്പുണ്ട്, താഴെ ഒരു 4 ഉണ്ട്. അപ്പോൾ 2നെയും 4നെയും തമ്മിൽ കട്ട് ചെയ്യാം. അപ്പോൾ മുകളിൽ 2 ഒരു പ്രാവശ്യമേ ഉള്ളൂ, താഴെ 4-നകത്ത് 4ൽ 2 പ്രാവശ്യം 2 ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 4നെ കട്ട് ചെയ്ത് അവിടെ 2 എന്നെഴുതുന്നു. മുകളിൽ 2 പോയി. ഇനിയുള്ളത് 3യും 18ഉം ഉണ്ട്. 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ 18. അപ്പോൾ 3നെയും 18നെയും നമുക്ക് 3 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ 3ൽ 3 ഒരു പ്രാവശ്യം, അവിടെ 1 എന്ന് എഴുതുന്നു. 18ൽ 3 6 പ്രാവശ്യം. അപ്പോൾ 18നെ കട്ട് ചെയ്തു, 3 കൊണ്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ 6 എന്ന് എഴുതുന്നു. 7നെ കട്ട് ചെയ്യാൻ മുകളിൽ അതിൻ്റെ മൾട്ടിപ്പിളായിട്ട് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ എടുത്തെഴുതുന്നു. ന്യൂമറേറ്ററിലെല്ലാം തന്നെ പോയി. 3 കട്ട് ചെയ്ത് പോയി, 2 പോയി, അടുത്ത 2ഉം പോയി. അപ്പോൾ 1 ഒന്നുമില്ലാതെ എഴുതരുത്. അപ്പോൾ 1 എന്ന് എഴുതുക. ഇനി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 4നെ കട്ട് ചെയ്തിട്ട് 2 ഉണ്ട്, രണ്ടാമത്തെ 2 പോയി, അത് എഴുതുന്നില്ല. പിന്നെ 18നെ കട്ട് ചെയ്തതിൽ 6 ഉണ്ട്, ആ 6 എഴുതി. പിന്നെ കട്ട് ചെയ്യാത്ത 7 ഉണ്ട്, 7. അപ്പോൾ 1/2 ഇൻറ്റു 6 ഇൻറ്റു 7 എന്ന് കിട്ടുന്നു. ഇനി അതിനെ കട്ട് ചെയ്യാൻ മുകളിൽ അതിന് കണക്കായിട്ടുള്ള നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ എഴുതുക, 1/84 എന്ന് കിട്ടുന്നു. ഇനി അടുത്ത എക്സാമ്പിൾ 24 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 9/7 ഇൻറ്റു 3/2. ആദ്യം ഒരേപോലെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, അതിനുശേഷം മൾട്ടിപ്പിൾസ് നോക്കുക. ഇപ്പോൾ ഇവിടെ 3 ഒരേപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം 3നെയും കട്ട് ചെയ്യുന്നു. പിന്നെ കട്ട് ചെയ്യാൻ 9നെയും 7നെയും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, 3 പോയി, 3 മുകളിലും താഴെ 3 പോയി. പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് 24 മുകളിലുണ്ട്, താഴെ ഒരു 2 ഉണ്ട്.
അപ്പോൾ ഡിനോമിനേറ്ററിലെ ആ 2നെയും 24നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് നമ്പറിനെയും കട്ട് ചെയ്യാൻ പറ്റുന്ന, അതിന് ഡിവിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട്, അത് ഏത് നമ്പർ ഇന്ന നമ്പർ കൊണ്ട് തന്നെ ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന, നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് ചെയ്താൽ പെട്ടെന്ന് മനസ്സിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് മാത്രം ഓർത്തുകൊണ്ട് നമുക്ക് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 24നെ 2 കൊണ്ട് കട്ട് ചെയ്തു, താഴത്തെ 2നെ 2 കൊണ്ട് കട്ട് ചെയ്തു, അപ്പോൾ 2 ക്യാൻസലായി പോയി. ഇനി 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 12 കിട്ടുന്നു. ബാക്കിയുള്ളതൊന്ന് എടുത്തെഴുതാം. 12 × 9 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ താഴെ 7 കിട്ടുന്നു. ഇനി അതിനെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കി അതായത് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്തെഴുതുന്നു. 12 × 9 108 ഡിവൈഡഡ് ബൈ 7. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2, 3, 5, 7 ഇങ്ങനെയുള്ള നമ്പേഴ്സ് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിന് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10 കൊണ്ടോ 25 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിന് നമുക്ക് എന്തായാലും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4, 8, 16 ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇതിനെയെല്ലാം നമുക്ക് 2 കൊണ്ടും ഒക്കെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെറിയ നമ്പർ നോക്കി ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ ഒറ്റയടിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും 2 പ്രാവശ്യം 4 കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടതെങ്കിൽ 2 കൊണ്ട് 2 പ്രാവശ്യം ചെയ്താലും നമുക്ക് ആൻസറിലെത്താൻ പറ്റും. അപ്പോൾ അത് മനസ്സിൽ തന്നെ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇല്ലെങ്കിലാണ് സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടതൊക്കെ വരിക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് ഓരോന്നും ചെറിയ ചെറിയ നമ്പറുകൾ കൊണ്ട് കട്ട് ചെയ്ത് ചെറുതാക്കി ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എത്തിക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ നോക്കുക. 6/9 × 3/2 × 5/16 × 8/3. 3 അവിടെ മുകളിലും താഴെയും കോമൺ ആയിട്ടുണ്ട്. 3നെ കട്ട് ചെയ്ത് മാറ്റുന്നു. 8 ഉണ്ട്, 16 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ 4ഉം 8ഉം ആക്കിയിട്ട് മാറും. പക്ഷേ നമുക്ക് 8ൻ്റെ മൾട്ടിപ്പിളാണ് 16 എന്ന് അറിയാവുന്നത് കൊണ്ട് ചെറിയ നമ്പർ നോക്കാതെ പെട്ടെന്ന് നമുക്ക് രണ്ടിനെയും 8 കൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 8 ക്യാൻസലായി പോയി. 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കിട്ടി. ആദ്യമേ 8 കൊണ്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ല, അതിന് 2 കൊണ്ട് 4 കൊണ്ടും ഒക്കെ ചെയ്യാം. പക്ഷേ 8ൻ്റെ മൾട്ടിപ്പിളാണ് 16 നമുക്ക് അറിയാവുന്നത് കൊണ്ട് 8 കൊണ്ട് ചെയ്യുന്നു. ഇതിൽ ഇന്ന പോലെ എങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തെറ്റാതെ ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യണം നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ 8 കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ 16ൻ്റെ അവിടെ 2 കിട്ടുന്നു, 8 ക്യാൻസലായി പോകുന്നു, അവിടെ 1 കിട്ടുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കുക. അവിടെ 6 × 5 ഡിവൈഡഡ് ബൈ 9 × 2 × 2 ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 6ഉം 2ഉം തമ്മിൽ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 2ൽ 2 ഒരു പ്രാവശ്യം, അപ്പോൾ 2 ക്യാൻസലായി പോയി. 6ൽ 3 പ്രാവശ്യം കൊണ്ട് 2, അപ്പോൾ 6നെ കട്ട് ചെയ്ത് അവിടെ 3 എന്ന് എഴുതി. ഇനി നമുക്ക് ബാക്കി കിട്ടുന്നത് ആ 3 × 5 ഡിവൈഡഡ് ബൈ 9 × 2. ഇതൊക്കെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ മനസ്സിലാകാൻ വേണ്ടി 2-3 സ്റ്റെപ്പാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റെപ്പിൽ തന്നെ ഓരോന്നിനെയും ഓർത്തിരിക്കുമെങ്കിൽ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. വിശദീകരിച്ച് എഴുതണം എന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 3നെയും 9നെയും നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ 3ൽ 3 ഒരു പ്രാവശ്യം അവിടെ 1 എന്നിട്ടു, അപ്പോൾ 3 ക്യാൻസലായി. പിന്നെയുള്ളത് 9ൽ 3 പ്രാവശ്യം 3 ഉണ്ട്. അപ്പോൾ ആ 9നെ കട്ട് ചെയ്ത് 3 എന്ന് എഴുതി. പിന്നെ ബാക്കിയുള്ളത് 5 ഡിവൈഡഡ് ബൈ 3 × 2. ഇവിടെ കോമൺ ആയിട്ടൊന്നും കട്ട് ചെയ്യാനില്ല, ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ എഴുതുക. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 6 എന്ന് ആൻസർ കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 1/3 × 2/9 × 3/4 × 5/2 × 4/8. ആദ്യം കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുക. 4 ന്യൂമറേറ്ററിലും ഉണ്ട്, ഡിനോമിനേറ്ററിലും ഉണ്ട്. 4നെ കട്ട് ചെയ്യാം. പിന്നെ ഇതാ 3 അവിടെ കിടപ്പുണ്ട്, മുകളിലും താഴെയും 3 ഉണ്ട്. 3നെയും കട്ട് ചെയ്തു. 2 കോമൺ ആണ്, 2നെയും കട്ട് ചെയ്തു.
ബാക്കി ഒന്നുകൂടെ എടുത്തെഴുതുന്നു. അപ്പോൾ അവിടെ 1 × 15 ബാക്കി കിടപ്പുള്ളൂ. ന്യൂമറേറ്ററിൽ 15 എഴുതി. 15 ഡിവൈഡഡ് ബൈ താഴെയുള്ളത് 9 ഉണ്ട്, 8 ഉണ്ട്, ബാക്കിയെല്ലാം പോയി. അപ്പം 9 × 8 എന്ന് എഴുതി. ഇനി അവിടെ ശ്രദ്ധിച്ചാൽ ഈ 9ഉം 15ഉം 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ രണ്ടിനെയും 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ രണ്ടിനെയും 3 കൊണ്ട് കട്ട് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ 9നെ 3 കൊണ്ട് ചെയ്തു, 3 കിട്ടുന്നു. 15നെയും 3 കൊണ്ട് തന്നെ ചെയ്യുന്നു, 5 കിട്ടുന്നു. ബാക്കിയുള്ളത് എടുത്തെഴുതുന്നു. ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 8 × 3. ഇനി അതിൽ കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ആൻസർ എഴുതുന്നു 5/24. അടുത്തത് 3/2 × 5/4 × 16/7 × 1/3 × 2/25. ഒരുമിച്ച് എഴുതി വെക്കുന്നു. 3 കോമൺ ആണ്, 3യും 3യും കട്ട് ചെയ്തു. 2 കോമൺ ആണ്, 2വും 2വും കട്ട് ചെയ്തു. ബാക്കിയുള്ളത് എടുത്തെഴുതുന്നു. 5 × 16 ഡിവൈഡഡ് ബൈ 4 × 7 × 25. അപ്പോൾ 16ലും 4ലും 4ൻ്റെ മൾട്ടിപ്പിളാണ് 16. അതുപോലെ 5ൻ്റെ മൾട്ടിപ്പിളാണ് 25. അപ്പോൾ ഒരേപോലെ ഉള്ളത് കഴിഞ്ഞു. ഇനി മൾട്ടിപ്പിൾസ് നോക്കിയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിളാണ് 25. അതുകൊണ്ട് 25നെയും 5നെയും നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 5 ക്യാൻസലായി. 25 5 × 5 ആണ് 25. അതുകൊണ്ട് 25നെ കട്ട് ചെയ്ത് അവിടെ 5 എഴുതുന്നു. കാരണം 25ൽ 5 പ്രാവശ്യം 5 ഉണ്ട്. ഇനി 4നെയും 16നെയും 4 കൊണ്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ 4 ക്യാൻസലായി. 16 പകരം 4 കിട്ടുന്നു. കാരണം 4 × 4 ആണ് 16. കട്ട് ചെയ്തു. 16 പകരം 4 എഴുതി. ഇനി ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ 4 മാത്രമേ ഉള്ളൂ. 4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 7 × 5. ഇനി കോമൺ ആയിട്ടൊന്നുമില്ല. ആൻസർ എഴുതുന്നു 4/35. നെക്സ്റ്റ് 5/2 × 10/4 × 1/20 × 2/7 × 21 ഡിവൈഡഡ് ബൈ 5. ആദ്യം ഒരുപോലെ ഉണ്ടോ എന്ന് നോക്കുക. 5 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിലുണ്ട്. രണ്ടിനെയും കട്ട് ചെയ്യുക. 5നെ കട്ട് ചെയ്തു, 2നെ കട്ട് ചെയ്തു. ബാക്കിയുള്ളത് എഴുതുന്നു. 10 × 21 ഡിവൈഡഡ് ബൈ 4 × 20 × 7. 10ഉം 20യും കട്ട് ചെയ്യാം. 10 കട്ട് ചെയ്തു, ക്യാൻസലായി. 20ൽ 2 പ്രാവശ്യം 10 ഉണ്ട്. അതുകൊണ്ട് 20നെ കട്ട് ചെയ്തു. 2 എന്ന് അവിടെ എഴുതുന്നു. പിന്നെ കോമൺ ആയിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിളാണ് 21. അപ്പോൾ 7നെയും 21നെയും 7 കൊണ്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ 7 ക്യാൻസലായി പോകുന്നു. 21ന് പകരം 3 വരുന്നു. ബാക്കിയുള്ളത് 3 ഡിവൈഡഡ് ബൈ 4 × 2. ഇനി കോമൺ ആയിട്ടില്ല. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. 3 ഡിവൈഡഡ് ബൈ 8. അടുത്തത് 18/2 × 7/4 × 3/12 × 25/3 × 1/10. ഒരുമിച്ച് എഴുതുന്നു. 18 × 7 × 3 × 25 × 1 ഡിവൈഡഡ് ബൈ 2 × 4 × 12 × 3 × 10. ഇനി കോമൺ ആയിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ 3 അവിടെ മുകളിൽ താഴെയുണ്ട്. 3നെ കട്ട് ചെയ്ത് മാറ്റി. ബാക്കിയുള്ളത് 18 × 7 × 25 ഡിവൈഡഡ് ബൈ 2 × 4 × 12 × 10. ഇനി 18 ഒരു ഈവൻ നമ്പറാണ്. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ക്യാൻസൽ ആവുന്നു. അവിടെ 18ന് പകരം 9 കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ 12നെയോ 4നെയോ വേണമെങ്കിലും 18 കൊണ്ട് കട്ട് ചെയ്യാം. 2 വെച്ചോ 4 വെച്ചോ 4 വെച്ച് 18നെ പറ്റില്ല. എങ്കിലും 2 വെച്ച് നമുക്ക് കട്ട് ചെയ്യുന്നത് 4നെ 18നും തമ്മിൽ കട്ട് ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് എളുപ്പം തോന്നിയതാണോ അത് ചെയ്യുക. ഞാനിപ്പോൾ 2 അങ്ങനെ തന്നെ കണ്ടു. 2നെ 18നെ കട്ട് ചെയ്ത് 9 എഴുതി. ഇനി അതിൽ ഒരു സ്റ്റെപ്പിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പോൾ നമുക്ക് 9 × 7 × 25 ഡിവൈഡഡ് ബൈ 4 × 12 × 10.
അപ്പോൾ 9ഉം 12ഉം 3യുടെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്താലോ എന്ന് നോക്കുന്നു. അപ്പോൾ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 9ൽ 3 3 പ്രാവശ്യം 9നെ 3 കൊണ്ട് കട്ട് ചെയ്തു 3 എന്ന ആൻസർ കിട്ടുന്നു. 12നെ 3 കൊണ്ട് കട്ട് ചെയ്യും 4 × 3 ആണ് 12. അപ്പം 3 4 പ്രാവശ്യം 12 ഉണ്ടാവും. 12നെ കട്ട് ചെയ്ത് 4 എന്ന് എഴുതുന്നു. അപ്പോൾ കിട്ടുന്നത് 3 × 7 × 25 ഡിവൈഡഡ് ബൈ 4 × 4 × 10. ഇനി 10ഉം 25ഉം 5ൻ്റെ മൾട്ടിപ്പിൾസാണ്. ഇതിനെ 5 കൊണ്ട് കട്ട് ചെയ്യുന്നു. 25നെ 5 കൊണ്ട് കട്ട് ചെയ്തു ആൻസർ 5 കിട്ടുന്നു. 10നെ 5 കൊണ്ട് കട്ട് ചെയ്യുന്നു ആൻസർ 2 കിട്ടുന്നു. ഇനി ബാക്കിയുള്ളത് എഴുതുന്നു. 3 × 7 × 5 ഡിവൈഡഡ് ബൈ 4 × 4 × 2. ഇതിനെ കട്ട് ചെയ്യാൻ കോമൺ ആയിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതുന്നു. ആൻസർ 105 ഡിവൈഡഡ് ബൈ 32. നെക്സ്റ്റ് 1/2 × 2/4 × 8/2 × 1/3 × 21 ഡിവൈഡ് ബൈ 7. ഒരുമിച്ച് എഴുതുന്നു. 1 × 2 × 8 × 1 × 21 ഡിവൈഡഡ് ബൈ 2 × 4 × 2 × 3 × 7. 2 ഒരേപോലെയുണ്ട്, 2നെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഉള്ളത് ഒരേപോലെ ഒന്നുമില്ല, 8നെയും 2നെയും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ 8ൻ്റെ സ്ഥാനത്ത് 4 ആയി മാറി, 2 ക്യാൻസലായി പോയി. ബാക്കിയുള്ള എടുത്ത് എഴുതുന്നു. 4 × 21 ഡിവൈഡഡ് ബൈ 4 × 3 × 7. അപ്പോൾ 4 ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ 4നെ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് 21 ഡിവൈഡഡ് ബൈ 3 × 7 കിടപ്പുണ്ട്. ഈ 7ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ 21. അതുകൊണ്ട് 7നെയും 21നെയും കട്ട് ചെയ്യുന്നു. 3 × 7 ആണ് 21. അപ്പോൾ 21ന് പകരം 3 എഴുതുന്നു. അപ്പോൾ വീണ്ടും 3 താഴെയുണ്ട്, 3 ന്യൂമറേറ്ററിലും ഉണ്ട്. അപ്പോൾ 3നെയും തമ്മിൽ കട്ട് ചെയ്യുന്നു. ആൻസർ 1 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 3/2 × 9/5 × 1/3 × 27 ഡിവൈഡ് ബൈ 6 × 4/15. നേരെ എഴുതുന്നു. 3 × 9 × 1 × 27 × 4 ഡിവൈഡഡ് ബൈ 2 × 5 × 3 × 6 × 15 എന്നെഴുതി. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് 3 ഉണ്ട്. 3നെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ കോമൺ ആയിട്ടൊന്നുമില്ല. പിന്നെയുള്ളത് 4ഉം 2ഉം കാണുന്നു. അപ്പോൾ 2നെ കട്ട് ചെയ്തു 4നെ 2 കൊണ്ട് കട്ട് ചെയ്തു 2 എന്നെഴുതി. ബാക്കിയുള്ളതൊന്ന് എടുത്തെഴുതുന്നു. 9 × 27 × 2 ഡിവൈഡഡ് ബൈ 5 × 6 × 15. 3നെയും 6നെയും മുമ്പൊരു കണക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 9നെ കട്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ 3ലും 6ലും കോമൺ ആയിട്ട് 9ലും 6ലും കോമൺ ആയിട്ട് 3 ഉണ്ട്. അപ്പോൾ 9നെയും 6നെയും കട്ട് ചെയ്യുന്നു. 3 വെച്ച് കട്ട് ചെയ്യുന്നു. 9ൽ 3 പ്രാവശ്യം 3, 6ൽ 2 പ്രാവശ്യം 3. ബാക്കിയുള്ളത് എടുത്തെഴുതുന്നു. അപ്പോൾ 3 × 27 × 2 ഡിവൈഡഡ് ബൈ 5 × 2 × 15. ഈ 3നെയും 15നെയും കട്ട് ചെയ്യാം. അപ്പോൾ 15ന് പകരം 5 കിട്ടുന്നു. കാരണം 3 × 5 ആണ് 15. അപ്പോൾ 3 ക്യാൻസലായി പോയി. 15ന് പകരം 5 ആകുന്നു. പിന്നെ 6നെ കട്ട് ചെയ്തപ്പോൾ കിട്ടിയൊരു 2 ഉണ്ട്. മുകളിലും ഒരു 2 കിടപ്പുണ്ട്. ആ 2നെയും ക്യാൻസൽ ചെയ്യുന്നു. ഇനി ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ 27, ഡിനോമിനേറ്ററിൽ 5 × 5. ഇവിടെ കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ആൻസർ എഴുതുന്നു. 27 ഡിവൈഡഡ് ബൈ 25. Next 25 divided by 3 into 9 divided by 5 1/3 into 1/5. Equal to 25 into 9 into 1 into 1 divided by 3 into 5 into 3 into 5. നെയും 5നെയും കട്ട് ചെയ്യുന്നു. താഴത്തെ 5 ക്യാൻസൽ ആവുന്നു. 1 എന്ന് കിട്ടുന്നു. 25ൽ 5 പ്രാവശ്യം 5. 25നെ കട്ട് ചെയ്ത് 5 എന്ന് എഴുതുന്നു. 3നെ 9നെയും കട്ട് ചെയ്യുന്നു. താഴത്തെ 3 ക്യാൻസൽ ആവുന്നു. മുകളിൽ 3ക്ക് പകരം 9ന് പകരം 3 കിട്ടുന്നു. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 3ഉം 5ഉം ബാക്കി വരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ
അറിയാൻ പറ്റും. കാരണം കറക്റ്റായിട്ട് ഓരോന്നിൻ്റെയും മൾട്ടിപ്പിൾസ് തന്നെയാണ് മുകളിലുള്ളത്. ഇപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിളാണ് 25 കിടക്കുന്നത്. അതുപോലെ 3യും താഴെയുണ്ട്. 3യുടെ മൾട്ടിപ്പിളായ 9 ആണ് മുകളിലുള്ളത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾസ് ആണ് ഈ ക്വസ്റ്റിനുള്ളത്. അപ്പോൾ ഇതിനെ 25നെയും 9നെയും കട്ട് ചെയ്ത് നോക്കും. അവിടെ 5 × 3 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ 5 × 3 × 1 × 1 ഡിവൈഡ് ബൈ 1 × 1 × 3 × 5. 1 എഴുതുന്ന നിർബന്ധമൊന്നുമില്ല, നമ്പർ വെറുതെ അങ്ങ് എഴുതിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും ഈ 5ഉം 3യും താഴത്തെ 5ഉം 5ഉം കട്ടായി പോകുന്നു, 3യും 3യും കട്ടായി പോകുന്നു. അപ്പോൾ എല്ലാം ക്യാൻസലായി. ആൻസർ 0 എന്ന് വിചാരിക്കരുത്. ചിലത് അങ്ങനെ എഴുതുന്നുണ്ട്. ക്യാൻസലായി കഴിഞ്ഞാൽ ആൻസർ അവിടെ 1 ആയിരിക്കും. ഇനി ഇപ്പോൾ നമ്മൾ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാതെ കുറേ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യേണ്ട രീതിയിലുള്ളതാണ് പറഞ്ഞത്. ഇനിയല്ല, നമുക്കിനി ഒരു ഫ്രാക്ഷൻ ചെയ്തു, ഇങ്ങനെ ഇപ്പോൾ ചെയ്ത പോലെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു എന്നല്ല കിട്ടുന്നതെങ്കിൽ, നമ്പറുകൾ വലിയ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ആ വലിയ നമ്പറിനെ അതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്, അതാണ് തുടർന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. 125 ഡിവൈഡ് ബൈ 25. ഇവിടെ 25ൻ്റെ മൾട്ടിപ്പിളാണ് 125 എന്ന് നമുക്കറിയാം. നേരെ 5 × 25 = 125 എന്ന് അറിയാമെങ്കിൽ പെട്ടെന്ന് അങ്ങനെ തന്നെ എഴുതാം. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പോൾ എഴുതുന്നില്ല. അങ്ങനെ എഴുതിയാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ഒന്നുകൂടി ചെറിയ നമ്പർ വെച്ച് ചെയ്യുന്ന രീതി പറയുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഈ 125നെയും 25നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ വലിയ നമ്പർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എഴുതേണ്ട ആൻസർ ശരിക്കും 125ൽ എത്ര 5 ഉണ്ടെന്ന് നമുക്കറിയാം, കാരണം ടേബിൾസ് പഠിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ 5 × 5 25 ആണ്. 25നെ 5 കൊണ്ട് കട്ട് ചെയ്ത് 5 എന്ന് ആൻസർ എഴുതാം. പക്ഷെ 125നെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടേബിൾസ് ഈക്വൽ ടു 125 വരുന്നവരെയൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സൈഡിൽ എഴുതി ഡിവൈഡ് ചെയ്ത് നോക്കണം. അതിന് പകരം ചെയ്യുന്ന മെത്തേഡ് ആ ഡിവിഷൻ തന്നെയാണ്. അത് എഴുതി പ്രത്യേകം ഡിവൈഡ് ചെയ്യാതെ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ 125നെ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1ൽ 5 പോകില്ല. അപ്പോൾ അടുത്ത നമ്പറായി നമ്മൾ 12 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 12ൽ സാധാരണ ഡിവിഷൻ നമ്മൾ നോക്കുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ 12ൽ എത്ര പ്രാവശ്യം ഈ 5 ഉണ്ടാവും, അത് തന്നെ നമ്മൾ നോക്കുന്നു. 12നകത്ത് 5 2 പ്രാവശ്യം, 2 × 5 ആണ് 10. അപ്പോൾ 10 കൊണ്ട് അവിടെ തീർന്നു. ഇനി നമുക്ക് അവിടെ റിമൈൻഡർ ആയിട്ട് 2 ഉണ്ടാവും. സിസ്റ്റം 2 കിട്ടുന്നു. ഈ 2 നമ്മുടെ മനസ്സിൽ ഓർക്കുക. ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ 2 താഴേക്ക് ഇറക്കി എഴുതി, വീണ്ടും അതിൻ്റെ കൂടെ 5 എടുത്ത് എഴുതി 25 എന്നാക്കി. 25ൽ എത്ര പ്രാവശ്യം ഉണ്ട് ഏതാണ് നോക്കുന്നത്. മെത്തേഡ് അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് എഴുതുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സൈഡിൽ എഴുതി വരച്ച് ഡിവൈഡ് ചെയ്ത് കുറച്ച് എഴുതുമ്പം സാധാരണ ഡിവിഷൻ ആവും. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇനി നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന ഈ 2 ആണ്. ആ 2ൻ്റെ പ്ലേസ് വാല്യൂ ഇതിനെ നോക്കുക. അപ്പോൾ 2നെ ഈ 5നെ നമ്മൾ ചേർത്ത് 25 എന്ന് വിചാരിക്കുക. ഇവിടെ 12ൽ 2 പ്രാവശ്യം 5 കൊണ്ട്, അപ്പോൾ 2 നമ്മൾ അതിൻ്റെ മുകളിൽ ചെറുതായി 2 എന്ന് എഴുതി വെച്ചു. ഇനി റിമൈൻഡർ വന്ന് നിൽക്കുന്നത്, അപ്പോൾ 10 ആണ് 2 × 5. അപ്പോൾ റിമൈൻഡർ നമുക്ക് 2 കിട്ടി. ആ 2നെയും അടുത്ത 5നെയും ചേർത്ത് നമ്മൾ 25 എന്ന് വിചാരിക്കണം. ഇനി ആ 25ൽ എത്ര പ്രാവശ്യം 5 കൊണ്ട് എന്ന് നോക്കുന്നു. അപ്പോൾ 5 പ്രാവശ്യമുണ്ട്. അപ്പോൾ അത് മുകളിൽ എഴുതിയ 2നോട് ചേർത്ത് തന്നെ നമ്മൾ 5 എന്ന് എഴുതി. അപ്പോൾ 5 × 5 25 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 25 ആണ്. അപ്പോൾ 125 × 5 25 ആണ്, അല്ലെങ്കിൽ 125 ഡിവൈഡഡ് ബൈ 5 നമുക്ക് 25 ആൻസർ കിട്ടും. ഇനി ഈക്വൽ ടു 25 ഡിവൈഡ് ബൈ 5 എഴുതി, ഈക്വൽ ടു 5. ഈ മെത്തേഡ് അടുത്ത പ്രോബ്ലങ്ങളിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 16 ഡിവൈഡഡ് ബൈ 8. ഇതിനെ 8ൻ്റെ മൾട്ടിപ്പിളാണ് 16 എന്നറിയാം. 2 എന്ന് ആൻസർ ചെയ്താൽ മതി. എങ്കിലും വലിയ നമ്പർ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 16/2 8 ആണെന്നറിയാം. 8 എഴുതി. 8/2 4 ആണെന്നറിയാം. 8/4 എന്ന് എഴുതി.
8/4 വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു, 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് 4/2 ആയിട്ട് കിട്ടുന്നു, ഈക്വൽ ടു 2. ആദ്യം നമുക്ക് 16 ഡിവൈഡ് ബൈ 8 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ 8 കൊണ്ട് തന്നെ 16നെയും 2നെയും 16നെയും 8നെയും കട്ട് ചെയ്താൽ നമുക്ക് 2/1 എന്ന് കിട്ടും. അത് 2 ആയിരിക്കും. ഇത് അതിന് പകരം നമുക്ക് ഈ ഞാൻ പറഞ്ഞത് 16/8 എന്ന പ്രോബ്ലത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഇനി പകരം വലിയ നമ്പറാണ് വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ 8 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് അറിയില്ലെങ്കിൽ, നമുക്ക് ഏറ്റവും എളുപ്പം നോക്കാൻ പറ്റുന്നൊരു നമ്പറാണ് 2, 3, 5 ഒക്കെ. അപ്പോൾ അങ്ങനെ 2 കൊണ്ട് ചെയ്ത് നോക്കി ഒരു ആൻസർ കിട്ടി. വീണ്ടും അതിനെ 2 കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ചെയ്താൽ നമുക്ക് തെറ്റാതെ പെട്ടെന്ന് ആൻസറിലെത്താൻ പറ്റും. ഇനി ഇപ്പോൾ ഈ 16/8 പോലെ പെട്ടെന്ന് അറിയുന്നതാണെങ്കിൽ ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇല്ല, അത് വലിയ നമ്പറായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പല പല കഷ്ണങ്ങളായിട്ട് ചെയ്യാം. അതാണ് ഇപ്പോൾ ചെയ്ത് നമ്മളിപ്പോൾ 2 കിട്ടി. ഇപ്പോൾ നിങ്ങൾ കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാവും 16/8 ചെയ്യാൻ വേണ്ടി എന്തിനാ ഇത്രയും നീളത്തിൽ കഷ്ടപ്പെടുന്നതെന്ന്. ഈ പ്രോബ്ലത്തിന് വേണ്ടി പറഞ്ഞതല്ല, മറ്റ് വലിയ പ്രോബ്ലം വന്നാൽ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം, അതിനു വേണ്ടിയാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ 122 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ നമ്മളിവിടെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം 2 ആണല്ലോ നോക്കുക, രണ്ടും ഇവൻ നമ്പേഴ്സ് ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആദ്യം. അപ്പോൾ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9 എന്ന് കിട്ടി, അത് നമുക്കറിയാം. ഇനി 122നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ? 2 ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് ഒന്നുകൂടെ പറയാം. അപ്പോൾ ആദ്യത്തെ നമ്പർ 1നകത്ത് എന്തായാലും 2 ഇല്ല. അടുത്ത് നമ്മൾ 12 എന്ന് നോക്കുക. അപ്പോൾ 12ൽ 2 6 പ്രാവശ്യം, 2 × 6 ആണല്ലോ 12. അപ്പോൾ അവിടെ നമ്മൾ 12നെ കട്ട് ചെയ്ത് 6 എന്ന് എഴുതി. നമുക്ക് റിമൈൻഡർ ഇല്ല, ബാക്കിയൊന്നും കിടപ്പില്ല. പിന്നെ ഉള്ള അടുത്ത നമ്പർ 2ൽ 2 ഒരു പ്രാവശ്യം പോകും. അപ്പോൾ അവിടെ 1 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ആൻസർ 61 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുക. 61 ഡിവൈഡഡ് ബൈ 9. 9 3 ഒന്നും മൾട്ടിപ്പിൾ അല്ല 61. അതുകൊണ്ട് തന്നെ കോമൺ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല, അല്ലെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് ആൻസർ 61 ഡിവൈഡ് ബൈ 9. അതാണ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. നെക്സ്റ്റ് 324 ഡിവൈഡഡ് ബൈ 33. 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 33 ഈവൻ നമ്പർ അല്ല. അപ്പോൾ അടുത്ത നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു നമ്പറിനെ, ഇപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ഏത് ഈവൻ നമ്പറിനെയും 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0 അല്ലെങ്കിൽ 5 ആണ് ലാസ്റ്റ് വന്നതെങ്കിൽ അത് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അതിനെ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 0 ആണ് ലാസ്റ്റ് വന്നതെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 0 കട്ട് ചെയ്ത് കളയാൻ പറ്റും, അല്ലെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ അതുപോലെ 4 വന്നാൽ, 4ന് പ്രത്യേകം 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാൻ വഴികളുണ്ട്. എങ്കിലും നമുക്ക് 4 വന്നാൽ എന്തായാലും 2ൻ്റെ അവസാനം, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് ഒരു നമ്പറെങ്കിൽ അത് ഉറപ്പായിട്ടും 2ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്താൽ 4 കൊണ്ട് ചെയ്യുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടും, ഒരുപാട് ചിന്തിക്കാതെ. ഇനി 3 കൊണ്ട് ചെയ്യണമെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ ഈ നമ്പറിലെ ഡിജിറ്റ്സ് കൂട്ടി നോക്കുക. ഞാൻ 33, ഞാൻ 3യും 3യും തമ്മിൽ കൂട്ടുന്നു, നമുക്ക് 6 കിട്ടുന്നു. ഈ 6 ഒരു 3യുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 33യും 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്പറിലെ എത്ര ഡിജിറ്റ് ഉണ്ടോ ആ ഡിജിറ്റുകളെല്ലാം കൂട്ടി നോക്കുക. അതിൻ്റെ സം, ആ കിട്ടുന്ന നമ്പർ ഒരു 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ, നമ്മൾ എടുത്തിരിക്കുന്ന നമ്പറും 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 324 നോക്കാം. ഈ 324 3യുടെ മൾട്ടിപ്പിൾ ആണോ? 3 + 2 5, 5 + 4 9. നമുക്കിതിന് ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ 9 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 9 ഒരു 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ 324ഉം 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിനി 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 324 ഡിവൈഡ് ബൈ 33നെ 3 കൊണ്ട് കട്ട് ചെയ്യുന്നു. 11 നമുക്കറിയാം, എങ്കിലും ആദ്യം പറഞ്ഞ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ 3നെ കട്ട് ചെയ്തു,
1, അടുത്ത 3നെയും കട്ട് ചെയ്തു 1. അപ്പോൾ നമുക്ക് 1ഉം 1ഉം കിട്ടി, അതായത് 11 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഇനി ന്യൂമറേറ്ററിൽ 3നെ കട്ട് ചെയ്യുന്നു 1 കിട്ടുന്നു, റിമൈൻഡർ ഒന്നുമില്ല. അടുത്ത നമ്പർ 2 ആണ്. 2വിനകത്ത് 3 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ ഒരു 0 ഇടുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് 4 ആണ്. പക്ഷേ 4 എന്ന് മാത്രം നോക്കിയാൽ പോരാ, ഈ 2നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ 4നെ നമ്മൾ 24 എന്ന് വിചാരിക്കണം. ഇവിടെ 2വിനകത്ത് 3 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ടു. ഇനി അടുത്ത് വരുമ്പം അത് റിമൈൻഡർ ആയിട്ട് ആ 2 അവിടെ നിൽക്കും. ആ 2നെയും 4നെയും ചേർത്ത് 24 എന്ന് വിചാരിക്കുക. ഈ 24ൽ എത്ര പ്രാവശ്യം 3 ഉണ്ട് എന്ന് നോക്കുക. 3 × 8 ആണ് 24. അപ്പോൾ 24നെ കട്ട് ചെയ്തു, ഇതിന് പകരം അവിടെ 4നെ കട്ട് ചെയ്തിട്ട് 8 എഴുതുന്നു. അപ്പോൾ 324നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 108 ആൻസർ കിട്ടുന്നു. ഇനി ആൻസർ എടുത്തെഴുതുക. 108 ഡിവൈഡ് ബൈ 11. 11 ഒരു പ്രൈം നമ്പറാണ്, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലാതെ 11നെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി 108 11ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. അടുത്തത് 196 ഡിവൈഡഡ് ബൈ 12. രണ്ടും ഈവൻ നമ്പറാണ്. പെട്ടെന്ന് തന്നെ ഏറ്റവും എളുപ്പം 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 6, ഒന്നും ആലോചിക്കാനില്ല. ഇനി ന്യൂമറേറ്ററിൽ 1ൽ 2 പോവില്ല. 19 നോക്കുക. 19നകത്ത് എത്ര പ്രാവശ്യം 2 ഉണ്ട്? അപ്പോൾ 18, 9 × 2 18 ആണ്. അപ്പോൾ നമ്മൾ 19 ആണ് നമ്പറെങ്കിലും 18 കൊണ്ട് നിർത്തുന്നു. അപ്പോൾ 19ൽ 9 പ്രാവശ്യം 2 ഉണ്ട്. ആ നമ്പർ 18 ആണ്. അപ്പോൾ നമ്മൾ ഈ 19നെ കട്ട് ചെയ്തു, മുകളിൽ 9 എന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു 1 അവിടെ ബാക്കിയുണ്ട്. 18 നമ്മൾ എടുത്തിട്ടുള്ളൂ, 19 ആണ് ഉള്ളത്. അപ്പോൾ ആ 1 നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നു. ആ 1നെയും ഈ 6നെയും ഒരുമിച്ച് വിചാരിക്കും 16 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 6നെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 6നെ കട്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളത് 16 ആണ്. അപ്പോൾ 16ൽ എത്ര പ്രാവശ്യം 2 ഉണ്ട്? 8 × 2 ആണ് 16. അപ്പോൾ 6നെ കട്ട് ചെയ്യുന്നു, 8 എഴുതുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 98 ഡിവൈഡഡ് ബൈ 6 എന്നായിട്ട് മാറുന്നു. ഇനി ഈ 98നെയും 6നെയും ഇത് രണ്ടും ഈവൻ നമ്പർ തന്നെയാണ്. വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 196നെയും 12നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് 2 കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് 4 കൊണ്ട് പറ്റുമല്ലോ എന്ന് ചിന്തിച്ചാൽ 4 കൊണ്ട് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, അതാണ് നല്ലത്. പക്ഷേ പെട്ടെന്ന് വലിയ നമ്പർ വിചാരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ 2 കൊണ്ട് തന്നെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 98 ഡിവൈഡ് ബൈ 6, അതിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 3 കിട്ടുന്നു. 98നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. 9നെ കട്ട് ചെയ്യുന്നു. 9നകത്ത് 2 4 പ്രാവശ്യം 8 ആണ് ആൻസർ. അപ്പോൾ 9നെ കട്ട് ചെയ്ത് 4 എന്ന് എഴുതി. 4 × 2 8, ബാക്കിയുള്ളത് റിമൈൻഡർ 1. അപ്പോൾ 1ഉം ഈ 8ഉം ചേർത്ത് നമ്മൾ 18 എന്ന് വിചാരിക്കുന്നു. 18നകത്ത് 2 9 പ്രാവശ്യം. അപ്പോൾ 8നെ കട്ട് ചെയ്യുന്നു, അവിടെ 9 എന്ന് നോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 49 എന്ന് കിട്ടി. അപ്പോൾ ഈക്വൽ ടു 49 ഡിവൈഡഡ് ബൈ 3 നമുക്ക് ആൻസർ കിട്ടി. ഇതിനി കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ സിംപ്ലസ്റ്റ് ഫോം 49 ഡിവൈഡഡ് ബൈ 3. നെക്സ്റ്റ് 316 ഡിവൈഡഡ് ബൈ 24. ഇവൻ നമ്പറാണ്. ആദ്യം തന്നെ 2 കൊണ്ട് ചെയ്യാം. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 12 എഴുതി. ഇനി 316, 3ൽ ഒരു പ്രാവശ്യം 2 പോകും. 1 അവിടെ എഴുതി. ഇനി ഒരു 1 മിച്ചമുണ്ട്. അപ്പം അടുത്ത നമ്പർ 1 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 11 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 11നകത്ത് 2 5 പ്രാവശ്യം. 5 × 2 10. അപ്പോൾ അവിടെ 5 മുകളിൽ നോട്ട് ചെയ്യുന്നു. വീണ്ടും 11 ആയതുകൊണ്ട് തന്നെ നമ്മൾ 10 എടുത്തിട്ടുള്ളൂ. വീണ്ടും ഒരു 1 റിമൈൻഡർ ആയിട്ടുണ്ട്. ആ 1ഉം ആ 6ഉം ചേർത്ത് നമ്മൾ 16 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 16നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 8. അപ്പോൾ 3നെ കട്ട് ചെയ്ത് 1 കിട്ടി.
റിമൈൻഡർ 1 കൂട്ടി 11 എന്ന് വിചാരിക്കുന്നു. 11നെ കട്ട് ചെയ്യുമ്പോൾ 5 കിട്ടി. വീണ്ടും റിമൈൻഡർ 1 ഉണ്ട്, അപ്പോൾ 16 എന്ന് വിചാരിക്കുന്നു. 16നെ കട്ട് ചെയ്ത് 8 കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 158 ആൻസർ കിട്ടുന്നു. അപ്പോൾ 158 ഡിവൈഡ് ബൈ 12. ഈ 158 ഡിവൈഡ് ബൈ 12ഉം ഇവൻ നമ്പറാണ്. 2 കൊണ്ട് കട്ട് ചെയ്യാം. 12നെ 2 കൊണ്ട് കട്ട് ചെയ്തു, 6 എഴുതുന്നു. ഇനി 158ൽ 1ൽ 2 ഇല്ല, 15 എന്ന് വിചാരിക്കുന്നു. 15ൽ 2 7 പ്രാവശ്യം, 7 × 2 14. അപ്പോൾ 7 ഇവിടെ നോട്ട് ചെയ്തു. ഇനി 15ൽ 1 ബാക്കിയുണ്ട്. അപ്പോൾ അതിനെ 18 അടുത്ത 8 കൂടെ ചേർത്ത് 18 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 18ൽ 9 പ്രാവശ്യം 2 ഉണ്ട്. 2 × 9 18. അപ്പോൾ നമുക്ക് 15നെ കട്ട് ചെയ്തപ്പോൾ 7 എന്ന് കിട്ടി. 8നെ കട്ട് ചെയ്തപ്പോൾ 9 എന്ന് കിട്ടി. 7 9. നമ്മുടെ ആൻസർ 79. അപ്പോൾ 79 ഡിവൈഡ് ബൈ 6. ഇനി നോക്കുക, 79ലും 6ലും കോമൺ ആയിട്ടൊന്നുമില്ല, കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആൻസർ സിംപ്ലസ്റ്റ് ഫോം 79 ഡിവൈഡഡ് ബൈ 6. നെക്സ്റ്റ് 128 ഡിവൈഡഡ് ബൈ 24. ഇതും ഇവൻ നമ്പറാണ്. 24നെ 2 കൊണ്ട് കട്ട് ചെയ്തു, 12. 128. 1 നോക്കുക, 1ൽ 2 ഇല്ല. അപ്പോൾ അടുത്ത് 12 എന്ന് വിചാരിക്കുന്നു. 12ൽ 2 6 പ്രാവശ്യം. അപ്പോൾ 12നെ കട്ട് ചെയ്തു, 6 എന്നിരുന്നു. റിമൈൻഡർ ഒന്നുമില്ല. അടുത്ത നമ്പർ 8. 8ൽ 4 പ്രാവശ്യം 2 ഉണ്ടാവും. അപ്പോൾ 8നെ കട്ട് ചെയ്തു, 4 എന്നെഴുതി. അപ്പോൾ 64 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ആൻസർ 64 ഡിവൈഡ് ബൈ 12 എന്നായിട്ട് മാറി. ഇതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 6 കിട്ടുന്നു. 64നെ കട്ട് ചെയ്യുന്നു. 6ൽ 3 പ്രാവശ്യം 2 ഉണ്ട്, റിമൈൻഡർ ഒന്നുമില്ല. 3 മുകളിൽ എഴുതി. അടുത്ത് 4നകത്ത് 2 പ്രാവശ്യം. 4നെ കട്ട് ചെയ്തു, 2 എന്ന് എഴുതി. അപ്പോൾ 3 2 32 നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 32 ഡിവൈഡ് ബൈ 6. ഇതിനെ വീണ്ടും കട്ട് ചെയ്യാം. രണ്ടും ഇവൻ നമ്പർ തന്നെയാണ്. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യുന്നു. 32 ഡിവൈഡ് ബൈ 2 16 ആണെന്നറിയാം. ഇല്ലെങ്കിലും 3ൽ 1 പ്രാവശ്യം, പിന്നെ 12 കിട്ടി. 12ൽ 6 പ്രാവശ്യം, 16 ആൻസർ കിട്ടി. ഇനി 6 താഴെയുള്ള 6നകത്ത് 3 പ്രാവശ്യം. അങ്ങനെ ആൻസർ 16 ഡിവൈഡഡ് ബൈ 3. അതാണ് സിംപ്ലസ്റ്റ് ഫോം. നെക്സ്റ്റ് 224 ഡിവൈഡഡ് ബൈ 332. ഇവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് തന്നെ ആദ്യം ചെയ്യാം. 224നെ നോക്കുക. 2നെ കട്ട് ചെയ്തു 1 പ്രാവശ്യം. അടുത്ത് 2നെ കട്ട് ചെയ്തു 1 പ്രാവശ്യം. അടുത്ത് 4നെ കട്ട് ചെയ്തു 2 പ്രാവശ്യം. 112 112 എന്ന ആൻസർ കിട്ടുന്നു. ഡിവൈഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ 3നെ കട്ട് ചെയ്തു 1 പ്രാവശ്യം. റിമൈൻഡർ 1 ഉണ്ട്. അപ്പോൾ അടുത്ത 3നെ കൂടി ചേർക്കുമ്പോൾ 13 എന്ന് വിചാരിക്കുന്നു. 13ൽ 6 പ്രാവശ്യം, കാരണം 12 ആണ് നമുക്കവിടെ ആൻസർ വരിക. അപ്പോൾ 6 പ്രാവശ്യം. വീണ്ടും 1 റിമൈൻഡർ ഉണ്ട്. ആ 1നെയും ഈ 2നെ ചേർത്ത് 12 എന്ന് വിചാരിക്കുക. ആ 12ൽ 6 പ്രാവശ്യം. അപ്പോൾ 166 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് 112 ഡിവൈഡ് ബൈ 166 ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇതിനെ വീണ്ടും കട്ട് ചെയ്യാം. 2 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. മുകളിൽ 1ൽ അടങ്ങൂല. അപ്പം 11 നോക്കുക. 11ൽ 5 പ്രാവശ്യം, റിമൈൻഡർ 1. 12 എന്ന് വിചാരിക്കുന്നു. 12ൽ 6 പ്രാവശ്യം, 5ഉം 6ഉം 56 എന്ന ആൻസർ കിട്ടുന്നു. ഡിവൈഡഡ് ബൈ 1ലില്ല, താഴെ ഡിനോമിനേറ്ററിൽ 1ൽ 2 ഇല്ല. 16ൽ 2 8 പ്രാവശ്യം, 8 എന്ന് എഴുതുന്നു. 6നെ കട്ട് ചെയ്യുന്നു 3 പ്രാവശ്യം. 8 3 നമുക്ക് 83 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 56 ഡിവൈഡഡ് ബൈ 83. ഇതാണ് സിംപ്ലസ്റ്റ് ഫോം. നെക്സ്റ്റ് 425 ഡിവൈഡഡ് ബൈ 125. കാണുമ്പോൾ തന്നെ അറിയാം, ആദ്യത്തെ ഒറ്റ സ്ഥാനത്തേക്കം 2ലും 5 ആണ്. അതുകൊണ്ട് ഇതിനെ എന്തായാലും ആദ്യത്തെ തവണ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. 125 ഡിവൈഡഡ് ബൈ, ആദ്യം ഡിനോമിനേറ്ററിലെ നമ്പറിനെ ആദ്യം ചെയ്യുന്നു. 125നെ 5 കൊണ്ട് കട്ട് ചെയ്യുന്നു. 12 ആദ്യം മനസ്സ് വിചാരിക്കുന്നു. 12ൽ
2 പ്രാവശ്യം 5 ഉണ്ട്, 5 ഇൻറ്റു 2 10. അപ്പോൾ റിമൈൻഡർ അവിടെ 2 എന്ന് എഴുതുന്നു, 2 പ്രാവശ്യം ഉണ്ട്, 2 നോട്ട് ചെയ്ത് വെക്കുന്നു. ഇനി 2 റിമൈൻഡർ ഉണ്ട്, ആ 2നെയും 5നെയും കൂടി ചേർത്ത് നമുക്ക് 25 എന്ന് വിചാരിക്കാം. 25ൽ 5 പ്രാവശ്യം, അപ്പോൾ അതിനെ കട്ട് ചെയ്ത് 5 എന്ന് എഴുതുന്നു. അപ്പോൾ 125നെ 5 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് 25 എന്ന ആൻസർ കിട്ടി. ഇനി ന്യൂമറേറ്റർ 425. 4നെ എടുത്ത് നോക്കുന്നു, 4ൽ 5 ഇല്ല. അപ്പോൾ നമ്മൾ 42 എന്ന്, അടുത്ത നമ്പറിനെ 42 എന്ന് വിചാരിക്കുന്നു. 42ൽ എത്ര പ്രാവശ്യം 5 ഉണ്ടാവും? 8 ഇൻറ്റു 5 40 ആണ്. അപ്പോൾ 42നെ കട്ട് ചെയ്യുന്നു, 8 എന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. അവിടെ റിമൈൻഡർ 2. ആ 2നെയും അടുത്ത നമ്പറായ 5നെയും ചേർത്ത് 25 എന്ന് വിചാരിക്കാം. അപ്പോൾ 25നെ കട്ട് ചെയ്യുന്നു, 5 കിട്ടും. അപ്പോൾ 8ഉം 5 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 85 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈക്വൽ ടു 85 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടുന്നു. ഇത് രണ്ടും 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 5 കൊണ്ട് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 കിട്ടി. ന്യൂമറേറ്ററിൽ 8നകത്ത് 5 ഒരു പ്രാവശ്യം, 1 എന്ന് നോട്ട് ചെയ്യുന്നു. റിമൈൻഡർ 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞിട്ട് ബാക്കി 3 ഉണ്ട്. അപ്പോൾ 35 എന്ന് വിചാരിക്കും. അപ്പോൾ ഈ 35ൽ എത്ര 5 ഉണ്ട്? 7 ഇൻറ്റു 5 ആണ് 35. അപ്പോൾ 5നെ കട്ട് ചെയ്യുന്നു, അവിടെ 7 എന്ന് എഴുതുന്നു. നമ്മുടെ ആൻസർ 1ഉം 7ഉം 17, ഡിനോമിനേറ്ററിൽ 5. അപ്പോൾ ഈക്വൽ ടു 17/5 ആണ് ആൻസർ. അടുത്ത എക്സാമ്പിൾ 339 ഡിവൈഡ് ബൈ 48. 339 ഡിവൈഡ് ബൈ 48. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ 9 ആണ് ഉള്ളത്. 5ഓ 0ഓ ഇല്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്കുള്ള നമ്പർ നമുക്ക് നോക്കാൻ പറ്റുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ, 3യുടെ മൾട്ടിപ്പിൾ ആണോ, അല്ലെങ്കിൽ 3 ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ഡിജിറ്റ്സ് കൂട്ടി നോക്കാം. അത് ചെറിയ നമ്പർ 48 നോക്കാം. 4ഉം 8ഉം 8 4 12, 12 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 48ന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് 339, 3 + 3 6, 6 + 9 15. അപ്പോൾ ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഡിജിറ്റ്സ് കൂട്ടി കിട്ടിയ നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ നമ്പറും 339 എന്നുള്ള നമ്പറും 3യുടെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ ഇനി നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 339നെ ആദ്യം ചെയ്യുന്നു. 3നെ കട്ട് ചെയ്തു ഒരു പ്രാവശ്യം, 3നെ കട്ട് ചെയ്തു, അടുത്ത 3നെ കട്ട് ചെയ്തു ഒരു പ്രാവശ്യം, വീണ്ടും 9നെ കട്ട് ചെയ്തു 3 പ്രാവശ്യം. അപ്പോൾ 1 1 3 എന്ന് കിട്ടുന്നു. താഴെ ഡിനോമിനേറ്ററിൽ 48, 4നെ കട്ട് ചെയ്യുന്നു ഒരു പ്രാവശ്യം, റിമൈൻഡർ 1 ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ 8നെ കട്ട് ചെയ്യുമ്പോൾ 18 എന്ന് വിചാരിക്കുന്നു. 18ൽ 6 പ്രാവശ്യം, അപ്പോൾ 1 6 16. അപ്പോൾ നമ്മുടെ ആൻസർ 113 ഡിവൈഡഡ് ബൈ 16. ഇതാണ് ഇതിൻ്റെ സിംപ്ലസ്റ്റ്